വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മായ ഉദയകുമാർ. Wcpo CPO എക്സാമുകൾക്ക് ഇക്കണോമിക്സ് വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ പ്രധാന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. അപ്പോൾ നീതി ആയോഗ് എന്താണ്? നീതി ആയോഗിന്റെ മുഴുവൻ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ മുഴുവൻ പേര്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു ദേശീയ സ്ഥാപനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1-ന് പ്ലാനിംഗ് കമ്മീഷന് പകരം സ്ഥാപിതമായി. ആ സ്ഥാനം ന്യൂഡൽഹിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1-നാണ്. എവിടെയാണ് ആ സ്ഥാനം? ന്യൂഡൽഹി. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, പകരം എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നീതി ആയോഗ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. തിങ്ക് ടാങ്ക്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് ഫോം ചെയ്തത്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് ഫോം ചെയ്തത്. അപ്പോൾ ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു ദേശീയ സ്ഥാപനം എന്നതാണ് നീതി ആയോഗിന്റെ മുഴുവൻ പേര്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഇത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് പ്ലാനിംഗിന്റെ കീഴിലാണ് നീതി ആയോഗ് വരുന്നത്. നീതി ആയോഗിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗിലെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് ആരംഭിച്ച സമയത്തും നിലവിലും നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. കൂടാതെ ഉപാധ്യക്ഷനെയും CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നിലവിൽ ഉപാധ്യക്ഷൻ സുമൻ ബെരി. നിലവിൽ ആരാണ്? സുമൻ ബെരിയാണ് ഉപാധ്യക്ഷൻ. സുമൻ ബെരി. ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അരവിന്ദ് പനഗരിയ. ഉപാധ്യക്ഷൻ ആദ്യത്തെ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. നിലവിൽ ആരാണ്? സുമൻ ബെരി. ഉപാധ്യക്ഷന് ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കാണ് ഉള്ളത്. ദെൻ ആദ്യ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന മെമ്പർ സെക്രട്ടറി ആയിരുന്ന സിന്ധുശ്രീ ഗുള്ളറാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ CEO ആയിരുന്നത്. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ CEO. ഇവരെ കൂടാതെ ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്. ഗവേണിംഗ് കൗൺസിൽ. ഈ ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രി അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ് അംഗമായിരിക്കുക. അപ്പോൾ ഗവേണിംഗ് കൗൺസിൽ ആരാണ്? സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രി അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ് ഗവേണിംഗ് കൗൺസിലിലെ അംഗമാവുക. കൂടാതെ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, പ്രത്യേക ക്ഷണിതാക്കളായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരുണ്ടാവും. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, 4 അനൗദ്യോഗിക അംഗങ്ങൾ, അവരും കേന്ദ്രമന്ത്രിമാരായിരിക്കും. 4 അനൗദ്യോഗിക അംഗങ്ങൾ, പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന 4 അനൗദ്യോഗിക അംഗങ്ങൾ. സ്പെഷ്യൽ ഇൻവൈറ്റീസ് കേന്ദ്രമന്ത്രിമാർ തന്നെയാണ്. ദെൻ സ്ഥിരം അംഗങ്ങൾ, നിലവിൽ 4 സ്ഥിരം അംഗങ്ങളുണ്ട്, 2 താൽക്കാലിക അംഗങ്ങളുണ്ട്. സ്ഥിരം അംഗങ്ങൾ നിലവിൽ എത്ര പേരാണ്? 4 പേരാണ്. താൽക്കാലിക അംഗങ്ങൾ 2 പേരാണ്. ഈ താൽക്കാലിക അംഗങ്ങളെ നിശ്ചയിക്കുന്നത് ആരാണ്? താൽക്കാലിക അംഗങ്ങളായി നിയമിക്കപ്പെടുന്നത് പ്രധാന സർവകലാശാലകളിലോ യൂണിവേഴ്സിറ്റികളിലുള്ള 2 പേരാണ് താൽക്കാലിക, ടെമ്പററി ആയിട്ട് അംഗമായിട്ട് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ആരാ? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. പിന്നെ ആരാണ്? ഉപാധ്യക്ഷൻ ഉണ്ടാവും, CEO ഉണ്ടാവും, ഗവേണിംഗ് കൗൺസിൽ ഉണ്ടാവും. സ്ഥിരം അംഗങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ. നിലവിൽ എത്ര സ്ഥിര അംഗങ്ങളുണ്ട്? 4 പേരുണ്ട്. എത്ര താൽക്കാലിക അംഗങ്ങളാണുള്ളത്? 2 പേരാണ്. സ്പെഷ്യൽ ഇൻവൈറ്റീസ്, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്നിവരാണ് നീതി ആയോഗിലുള്ളത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് നീതി ആയോഗ് വരുന്നത്.
അജയ് ചിബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് ഫോം ചെയ്തത്. ഏത് സ്ഥാപനത്തെ നിർത്തലാക്കിക്കൊണ്ടാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിക്കൊണ്ടാണ് നീതി ആയോഗ് ആരംഭിച്ചത്. എന്തൊക്കെയാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ലക്ഷ്യം, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം രാജ്യത്തിന്റെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം രാജ്യത്തിന്റെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ സന്നദ്ധമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ സന്നദ്ധമാക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. സഹകരണ ഫെഡറലിസം, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന്, സാമൂഹികമായി ഉന്നമനമില്ലാത്ത പിന്നോക്ക വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അപ്പൊ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക തന്ത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നെന്ന് ഉറപ്പാക്കുക. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട